നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ചെറിയ ക്വിക്ക് റീഡിങ് എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ആൻഡ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആയിട്ട് എടുക്കാം കുറച്ച് കാർഡ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താ കാണുന്നത്? റിജക്ഷൻ, ലോസ്, ഫ്രാഗ്മെൻറ്റഡ്. ഓക്കെ, സൺ, സ്ട്രെങ്ത്, എംപവർമെൻറ്റ്, memories, nostalgia, disharmony, triggers, conflict. Okay, ഒന്നുകൂടി എടുത്തേക്കാം, സ്റ്റോപ്പ് ചെയ്യാം. പ്രൊജക്ഷൻസ്, റിഫ്ലക്ഷൻ. ഓക്കെ, ഓക്കെ, ട്രസ്റ്റ് ആൻഡ് ഡിവൈൻ ടൈം. ഫൈൻ, സോറി. ഓക്കെ, ഇവിടെ മെയിനായിട്ട് കാണുന്നത് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ലേശം ചിലപ്പോൾ സൈലൻസ് ആയിരിക്കാം പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. കാര്യം ഇവിടെ ബാക്കിൽ ഡെക്കിൽ ഷാഡോ സൈഡ്, മൂൺ, ഡാർക്ക് നൈറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാവാം ചിലവർക്ക്, എല്ലാവർക്കും അല്ല. ഓക്കെ, കുറച്ച് പേർക്ക് സെപ്പറേഷൻ ആയിരിക്കാം, ചിലവർക്ക് ജസ്റ്റ് സൈലൻസ് ആയിരിക്കാം, അധികം സംസാരം ഇല്ലാത്ത രീതിയിലായിരിക്കാം. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവും മൈൻഡിൽ, ദാറ്റ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന രീതിക്ക് നിങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം, കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ടാവാം. നിങ്ങളിവിടെ റിജക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളോട് അടുക്കുന്നില്ല, അവർക്ക് നിങ്ങളെ വേണ്ട എന്ന രീതിക്കൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ട്രിഗേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ അവർ ചെയ്തതായിട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ മെമ്മറീസ്, നോസ്റ്റാൾജിയ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട നിങ്ങൾക്ക് മാത്രമാണെന്ന്, നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഷാഡോ സൈഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഇവിടെ സെയിം തിങ്, ഇവിടെ റിഫ്ലക്ഷനും വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ പേടികൾ, അതാണ് നിങ്ങളുടെ മുമ്പിൽ റിഫ്ലക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിലാണ് പേടി. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ പേടിയാണ്. പേഴ്സൺ ഒന്ന് അകന്ന് നിൽക്കുമ്പോഴേക്കും, ഒന്ന് മാറി നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ വല്ലാതെ പേടികൾ വരികയാണ് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, അവരെന്നെ വിട്ടുപോകും. കാരണം നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ മുൻപ് നടന്ന ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ചില പേടികൾ ഉണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾ ആലോചിക്കുന്നത്, നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് ആ മുമ്പിൽ നടക്കുന്നതും. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് നടക്കുക. സോ നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാൽ അത് തന്നെ നടക്കും. ഓക്കെ, ഇതിവിടെ നിങ്ങളുടെ ഒരു നെഗറ്റീവ് ഷാഡോ സൈഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ആ ട്രിഗേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ, ആ ട്രിഗേഴ്സ് നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഒരു ഷാഡോ സൈഡ് എന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലെ ചില പേടി, ഫിയേഴ്സ്, ഓക്കെ, കോഡിപ്പെൻഡൻസി, നമ്മൾ ആ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന രീതിയിൽ. അപ്പോൾ അത് നിങ്ങളെ വല്ലാതെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെവിടെയോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ലാക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടിയാണ് ദാറ്റ് നിങ്ങൾക്ക് സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടി, നിങ്ങളെ വിട്ടുപോകുമെന്നുള്ള പേടി, നിങ്ങൾ തനിച്ചായി പോകുമെന്നുള്ള പേടി, അതൊക്കെയാണ് കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ ആ പേടികൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് കാണിച്ചു തരാണ്. ഓക്കെ, പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. ആൻഡ് ഞാനത് പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൺ, സ്ട്രെങ്ത് ആൻഡ് ഇതുണ്ട്, സൺ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ട്രസ്റ്റ് ഉണ്ട്. സോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ യെസ് ബെറ്റർ ആവും കാര്യങ്ങൾ. ഓക്കെ, പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പേഴ്സണും നിങ്ങളെ വേണമെന്നുണ്ട് ലൈഫിൽ. ഓക്കെ, നിങ്ങൾ എല്ലാം ഒരു ഡിവൈൻ ടൈം ആവുമ്പോൾ നിങ്ങൾ തമ്മിൽ എല്ലാം ബെറ്റർ ആവും എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഈ ഷാഡോ സൈഡ് നിങ്ങൾ ഹീൽ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഈ പേടികൾ, നിങ്ങളെ റിജക്റ്റ് ചെയ്യും എന്നുള്ള പേടി, നിങ്ങളെ ആർക്കും വേണ്ട എന്നുള്ള പേടി. ഓക്കെ, ഇതിനൊക്കെ എന്താ വേണ്ടത് വെച്ചാൽ സെൽഫ് ലവ് വേണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഒരു കോൺഫിഡൻസ് വേണം. ഞാനിവിടെ ഹയർ സെൽഫ് ആക്ടിവേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അവനവൻ്റെ, ഞാൻ പറഞ്ഞ പോലെ ഈ ഷാഡോ സൈഡ് നിങ്ങൾ ഹീൽ ചെയ്യണ സമയമാണിത്, ഹീൽ ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങളത് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇത്ര പേടിക്കാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ഒരു പേടികൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ പേഴ്സണെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കും. ഓക്കെ, അവരെ പിന്നാലെ ചേസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അവരെ ഒന്ന് അകന്ന് നിൽക്കുമ്പോഴേക്കും നിങ്ങളെ വല്ലാതെ വിഷമിക്കുക, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ പോവുക, എന്ന് വെച്ചാൽ വല്ലാതെ വിഷമിച്ച് ഒരു ഡിപ്രഷൻ വരെ പോവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അത് നല്ലതല്ല. അങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ്സ് അതൊരു അറ്റാച്ച്മെൻറ്റ് മാത്രമാണ്. ഓക്കെ, അവിടെ നമ്മൾ സ്നേഹം എന്ന രീതിയിൽ നിങ്ങൾക്ക് ശരിക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം അവനവനെ സ്നേഹിക്കണം. ഓക്കെ, സെൽഫ് ലവ് ചെയ്യണം. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹീലാവണം. അതായത് ആ പേഴ്സൺ വിട്ടുപോകുമെന്ന് നിങ്ങൾ വെറുതെ ചിന്തിച്ച് നെഗറ്റീവ് എടുക്കണ്ട. ഓക്കെ, ആദ്യം പറയാം, അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ തമ്മിൽ ഈ ഒരു കാര്യങ്ങൾ ഹീലായി വന്നാൽ ഇവിടെ നിങ്ങളെ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനുള്ള ഹാപ്പിനെസ് വരും എന്ന രീതിക്കാണ് കാണുന്നത്. വീണ്ടും വീണ്ടും നിങ്ങൾ തമ്മിൽ സ്ട്രോങ് ആയിട്ട് കണക്ഷൻ വരും. ഓക്കെ, എല്ലാം ഡിവൈൻ ടൈമിൽ നടക്കും തീർച്ചയായിട്ടും. നിങ്ങളുടെ ഈ പേടികളൊക്കെ നിങ്ങളൊന്ന് മാറ്റിവിടാം.
ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് ഈ പേഴ്സൺ എവിടെയും പോവില്ല. ഓക്കെ, അവർ നിങ്ങൾക്കുള്ള പേഴ്സൺ തന്നെയാണ്. ഓക്കെ, ആദ്യം നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് കൊണ്ടുവരിക. നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് വരുമ്പോൾ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും, ട്രസ്റ്റ് ചെയ്യാം എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഡിവൈൻ ടൈമിൽ എല്ലാം ശരിയാവും എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ ഈ ഷാഡോ സൈഡൊക്കെ ഹീൽ ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ. ഓക്കെ, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ഓക്കെ, ആൻഡ് ബി പോസിറ്റീവ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.